മലയാളത്തിന്റെ ഫഹദ് ഫാസിലിന് ഇന്ന് ജന്മദിനം. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും നിരവധി ആരാധകരെ സൃഷ്ടിച്ച നടനാണ് ഫഹദ് ഫാസിൽ. മലയാളത്തിലെ യുവതാരങ്ങളിൽ അഭിനയ മികവ് കൊണ്ട് മുന്നിലാണ് മലയാളത്തിന്റെ സ്വന്തം ഫഫ. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര സിനിമാ പ്രേമികൾക്ക് എന്നും പ്രചോദനമാണ്. ബോളിവുഡ് താരം പാർത്ഥ് തിവാരി മലയാള സിനിമയിലേക്ക്. ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കുന്ന പുതിയ ചിത്രം കാട്ടാളനിലൂടെയാണ് താരം മലയാള സിനിമയിൽ ചുവടുവെക്കുന്നത്. ക്രൂരൻ വേഷങ്ങളിലൂടെ ഞെട്ടിക്കാറുള്ള പാർത്ഥ് തിവാരിയെ കാട്ടാളന്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് ക്യൂബ് എന്റർടൈൻമെന്റ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെലുങ്ക് താരം സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സിദ്ദിഖ്, രജിഷ വിജയൻ, ആൻസൺ പോൾ തുടങ്ങിയ വൻ താരനിര തന്നെയുണ്ട്. വിജയ് ദേവർകൊണ്ട നായകനായ ഏറ്റവും പുതിയ ചിത്രം കിങ്ഡം ഇന്ത്യയിൽ മാത്രം 15 കോടിയിലധികം നേടിയെന്ന റിപ്പോർട്ട്. ചിത്രം ആഗോളതലത്തിൽ 74.3 കോടി രൂപ നേടി. ഗൗതം തണ്ണനൂരിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 500 കോടിയും കടന്ന് മോഹിത് സൂരി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം സയാര ഇന്ത്യയിൽ നിന്ന് 376 കോടിയും ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 131 കോടിയുമാണ് ഇതുവരെ നേടിയത്. ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം 500 കോടിക്ക് മുകളിൽ നേടിയ രണ്ടാമത്തെ ചിത്രമാണ് സയാര. കന്നഡയിൽ നിന്നെത്തി സൂ ഫ്രം സോ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം രാജ് ബി ഷെട്ടി സംവിധായകൻ ഗുരുദത്ത് ഗായകനുമായി ഒന്നിക്കുന്ന ചിത്രമാണ് കരാവരി. കർണാടകയിലെ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മൃഗം വേഴ്സസ് മനുഷ്യൻ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയത്. വിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം സാഹസത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. നരേൻ, ബാബു ആന്റണി, ശബരീഷ് വർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഓഗസ്റ്റ് 8-ന് ആഗോള റിലീസായി എത്തും. ബുക്ക് മൈ ഷോ, പേടിഎം ക്യാഷ് മൈ സീറ്റ്, ടിക്കറ്റ് ന്യൂ, ഡിസ്ട്രിക്ട് ആപ്പ് എന്നിവയിലൂടെ അഡ്വാൻസായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ദ ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിനീഷ് KN ആണ് ചിത്രത്തിന്റെ നിർമ്മാണം.